ഇതാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി, ഡേറ്റ്സ് മിൽക്ക് ഷേക്ക്. നമുക്കൊന്ന് കഴിച്ച് നോക്കാം. അടിപൊളി. ഈ ഒരു ഗ്ലാസ് മതി നമുക്ക് വയറ് നിറയാൻ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻജോയ് ലൈഫ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് എളുപ്പത്തിൽ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു മിൽക്ക് ഷേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഈ 2 ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് അടിപൊളി ഒരു മിൽക്ക് ഷേക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഡേറ്റ്സും മിൽക്കും മാത്രം മതിയാവും. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കാം. ആദ്യം തന്നെ ഒരു കവർ പാല് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. ഈ ഒരു കവർ പാലിലേക്ക് ഞാനൊരു 1/2 കവർ വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. ഒരു കവർ പാലിലേക്ക് ഒരു 1/2 കവർ വെള്ളം, അതായത് 1/2 ലിറ്റർ പാലാണ് നമുക്ക് വേണ്ടത്. അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഡേറ്റ്സിൻ്റെ കുരുവൊക്കെ ഒന്ന് കളഞ്ഞിട്ടെടുക്കാം. ഡേറ്റ്സിൻ്റെ ഈ ഒരു ഞെട്ടുണ്ടെങ്കിൽ അതും നമ്മൾ കളയണം. കുരുവിനൊപ്പം തന്നെ അതും കൂടി എടുത്ത് മാറ്റിയിട്ട് വേണം നമുക്ക് ഷേക്ക് അടിക്കാൻ വേണ്ടിയിട്ട് ഡേറ്റ്സ് എടുക്കാൻ. ഡേറ്റ്സ് എല്ലാം കുരു കളഞ്ഞെടുത്തിട്ടുണ്ട്, പാല് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് തണുക്കണം. ഒരുപാടങ്ങ് തണുപ്പിക്കേണ്ട, ഒരു ചെറു ചൂടോടുകൂടി വേണം നമുക്ക് ഈ ഷേക്ക് ഉണ്ടാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് തണുപ്പിച്ചെടുക്കാം. ഡേറ്റ്സ് മിൽക്ക് ഷേക്ക് തയ്യാറാക്കാനായിട്ട് നമ്മൾ ഡേറ്റ്സിൻ്റെ കുരുവൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു മിക്സിയുടെ ജാറാണ്. അതിലേക്ക് നമ്മൾ ഈ കുരു കളഞ്ഞ ഡേറ്റ്സ് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഡേറ്റ്സ് മിൽക്ക് ഷേക്ക് തയ്യാറാക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന ജാർ, നമ്മൾ ജ്യൂസിന് വേണ്ടിയിട്ട് പ്രത്യേകം ജാർ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. അല്ലാതെ നമ്മൾ വേറെ സാധാ അരയ്ക്കുന്ന ജാറാണ് എടുക്കുന്നതെങ്കിൽ നന്നായിട്ട് ഡിഷ് വാഷൊക്കെ വെച്ച് നന്നായിട്ട് കഴുകിയെടുക്കണം. കാരണം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ പാല് പിരിഞ്ഞു പോകും. അതുകൊണ്ട് നന്നായിട്ട് വൃത്തിയാക്കിയ ശേഷം വേണം നമ്മൾ ജാർ എടുക്കാനായിട്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ഈ കുരു കളഞ്ഞ് വെച്ചിട്ടുള്ള ഡേറ്റ്സ് ഇട്ട് കൊടുക്കുവാണ്. ഇനി ജാർ അടച്ചു വെക്കുക. ഈ ഡേറ്റ്സ് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അത് നോർമലി നമ്മൾ അരയ്ക്കുന്ന പോലെ അല്ല, ലെഫ്റ്റ് സൈഡിലോട്ട് നമ്മൾ ക്രഷ് ചെയ്യുന്നില്ലേ, പൾസ് ചെയ്യത്തില്ലേ, അതിലൊപ്പം അതുപോലെ ലെഫ്റ്റ് സൈഡിലോട്ട് ആക്കിയിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നമുക്കിത് തുറക്കാം. ഈ ഒരു രീതിയിൽ നമുക്ക് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഒന്നും കൂടി ജാറൊന്ന് അടച്ചു വെക്കുക. പിന്നെ നമ്മുടെ നോർമലി നമ്മൾ അരയ്ക്കുന്ന പോലെ റൈറ്റ് സൈഡിലോട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. വീണ്ടും ഈ ഒരു രീതിയിൽ അരഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് പാല് ചേർത്ത് അരച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറേശ്ശെ പാലൊഴിച്ച് ഒന്ന് അരച്ചെടുക്കാം. പാലൊഴിച്ച് ഒരു ക്രീം പരുവത്തിലാവുന്ന വരെ നമ്മളൊന്ന് അരച്ചെടുക്കണം. ഒരുമിച്ച് ഒഴിക്കാൻ പാടില്ല, കുറേശ്ശെ ഒഴിച്ചിട്ട് അരച്ചെടുക്കുക. വീണ്ടും കുറച്ചുകൂടി പാലൊഴിച്ച് കൊടുക്കാം. എല്ലാം കൂടി ഒന്നിച്ച് ഒഴിച്ച് കൊടുത്തിട്ട് അരയ്ക്കാൻ നിൽക്കരുത്. കുറേശ്ശെ പാലൊഴിച്ചിട്ട് വേണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ. ഇനിയും പാലൊഴിച്ച് കൊടുക്കുക. എപ്പോഴും ശ്രദ്ധിക്കുക, ഒരു ഇളം ചൂടോട് കൂടിയുള്ള പാല് വേണം ഇതിലേക്ക് നമ്മൾ എടുക്കാനായിട്ട്. വീണ്ടും മിക്സ് ചെയ്യാം. നമുക്ക് ഇത്രയും മതിയാവും. ഇനി നമുക്ക് ബാക്കിയുള്ള പാലിലേക്ക് ചേർത്താൽ മതി. അത് മിക്സിയിൽ വെച്ച് അടിക്കേണ്ട. നമ്മൾ ഈ അടിച്ച് വെച്ചിട്ടുള്ള മിക്സ് ബാക്കിയുള്ള പാലിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഡേറ്റ്സ് ഷേക്ക് തയ്യാറായിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. നമുക്കിനി അത് ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. രാവിലെ തന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു മിൽക്ക് ഷേക്കാണ്. ഈ ഒരു ഗ്ലാസ് മതി നമുക്ക് വയറ് നിറയാൻ. നമ്മളിതിനകത്ത് ഷുഗറോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല, എങ്കിലും ഡേറ്റ്സിൻ്റെ നല്ല മധുരം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും കഴിക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഇതാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി. നമുക്കൊന്ന് കുടിച്ച് നോക്കാം. നല്ല മധുരം. നമ്മൾ ഒട്ടും തന്നെ ഇതിനകത്ത് പഞ്ചസാര ഒന്നും ചേർത്തിട്ടില്ല, പക്ഷേ നല്ല മധുരമാണ്. മറക്കാതെ എല്ലാവരും ചെയ്ത് നോക്കണേ. പുതിയൊരു റെസിപ്പിയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.